ചെന്നൈക്ക് സിറ്റിക്ക് അടുത്തായിട്ടുള്ള ഏകദേശം കുറച്ച് സ്ഥലങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ പരിചയപ്പെടുന്നത് ചെന്നൈയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയായിട്ടുള്ള കോവളം ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. അപ്പം ചെന്നൈയിലെ ആദ്യത്തെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ചാണ്. അപ്പോൾ എനിക്ക് പിറകെ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. 250 മീറ്ററാണ് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും വരും. നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയാണ്. ഇവിടെ താജിൻ്റെ ഒരു ഹോട്ടൽ കാണാം. ആ റോഡിലൂടെ നമ്മൾ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു കോവിൽ കാണാം. അപ്പം ഇതാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഈ കോവിലിന് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അവിടെയൊക്കെ വെള്ളമാണുള്ളത്. ഒരു പാറയാണ്, പാറയുടെ ചുറ്റുവട്ടവും വെള്ളമാണ്. അവിടെയാണ് ഈ ഒരു കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നതാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയാണ്, 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ കാർ പാർക്കിംഗ് എന്നിവയ്ക്കെല്ലാം പ്രത്യേക ചാർജ് നമ്മൾ കൊടുക്കണം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ വൃത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ എല്ലാ ബീച്ചിനൊന്നും ഇത്തരത്തിലുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ തന്നെ വളരെ കുറഞ്ഞ ബീച്ചുകൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിതിന് മുൻപ് കേരളത്തിലെ കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. വരും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ബീച്ചിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് നിരക്ക് എഴുതി വെച്ചത് കാണാം ഒരു ബോർഡിൽ. അപ്പം കയറി ചെല്ലുന്ന നടപ്പാതയെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡും കാണാം. നമുക്ക് 2 വീലറോ 4 വീലറോ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഒരു ബോർഡ് കാണാം. നമുക്ക് ബീച്ച് ഇൻഫർമേഷൻ ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു ബോർഡ് നമ്മൾ കാപ്പാട് ബീച്ചിൽ കണ്ടിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ്റെ ഒരു ബോർഡ് നമ്മൾ കണ്ടിരുന്നു മുൻവശത്തായിട്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേരുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടെയുള്ള മിക്ക നിർമ്മിതികളും. അപ്പം കുറച്ചുകൂടി നമ്മൾ മുൻപോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നൊരു ബോർഡ് കാണാം. ഈ ഒരു ബോർഡും ഇവര് മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം റെസ്ലൈനർ, കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റുന്ന ചെയറാണ് കേട്ടോ ഇത്. അതുപോലെ പ്രാഥമിക ശുശ്രൂഷ കേന്ദ്രം, പിന്നെ കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലമുണ്ട്, ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ടോയ്ലറ്റ്, കുളിക്കാനും വസ്ത്രം മാറുവാനുള്ള സ്ഥലം. നമ്മൾ കടലെല്ലാം കുളിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വന്ന് കുളിച്ച് നമുക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യവും ലഭിക്കും. അപ്പം നല്ല വൃത്തിയുള്ള സ്ഥലമായതിനാൽ നമുക്ക് കുട്ടികളെ എല്ലാം നമുക്ക് ഫ്രീ ആക്കി വിടാം. അവർക്കൊരു 1-2 മണിക്കൂർ ഇവിടെ ഈസി ആയിട്ട് ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഓഫീസ് കാണാം ഇവരുടെ. അപ്പോൾ ഇതെല്ലാം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന്റെ ഭംഗി. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. മുള കൊണ്ടുള്ള കുറെ ഹട്ടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ബിന്ന് വരെ ഇവര് മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് സ്നാക്ക് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഹട്ടുകളും കാണാം, നമുക്ക് വിശ്രമിക്കാനുള്ള ചെറിയ ഹട്ടുകൾ. ഈ കാണുന്നത് ഫസ്റ്റ് എയ്ഡ് സെന്റർ ആണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് സ്നാക്ക് ഷോപ്പ് ഉണ്ട്. തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഗോലി സോഡ ലഭിക്കും. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ചില സ്ഥലങ്ങളെല്ലാം നമുക്ക് ഗോലി സോഡ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏകദേശം ഒരു 4-5 വർഷം മുൻപ് ഞാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഗോലി സോഡ സുലഭമായിട്ട് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. കാണുന്നത് കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. ചേഞ്ചിങ് റൂമാണ്. നമുക്ക് കുളിച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്ന് ഡ്രസ്സ് മാറാം. അപ്പം ജെൻസിന് വേറെ, ലേഡീസിന് വേറെ ഉണ്ട്, വേറെ റൂമുകളുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ ഇതാണ് കുട്ടികൾക്കുള്ള കളിസ്ഥലം. ഇവിടെ അവർക്ക് വേണ്ട കളിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്കിവിടെ കാണാം. അപ്പം നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരു സോളാർ പ്ലാന്റ് കാണാം. 3 നിരകളിലായിട്ട് ഇവിടത്തേക്ക് വേണ്ട വൈദ്യുതി ഈ ഒരു സോളാർ പ്ലാന്റിൽ നിന്നാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഉള്ളിൽ കയറി നമ്മൾ നടപ്പാതയ്ക്ക് ഇരുവശത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ ബീച്ചിന് അടുത്തേക്ക് പോവാണ്. അവിടെ നമുക്ക് എന്തെല്ലാം കാണാനുണ്ടെന്ന് നോക്കാം. ബീച്ച് സൈഡ് നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പൊതുവെ ബ്ലൂ ഫ്ലാഗ് ബീച്ചെല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് ഒരു ബോർഡ് കാണാം, സേഫ് സ്വിമ്മിംഗ് സോൺ എന്നുള്ള പറഞ്ഞിട്ട്.
അപ്പോൾ ഇവിടെ കുളിച്ച് നമുക്ക് ഷവർ റൂമിൽ പോയിട്ട് വീണ്ടും കുളിച്ച് ഡ്രസ്സ് മാറാം. പൊതുവെ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനും കടൽ തീരത്തും വലിയ തിരമാലകളൊന്നും ഉണ്ടാവില്ല. കടലിൽ ഇറങ്ങുന്നവർക്ക് പൂർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലൈഫ് ഗാർഡ് അതുപോലെ ജാക്കറ്റ് എല്ലാം നമുക്കിവിടെ ലഭിക്കും. അതുപോലെ കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കടൽ തീരത്തായിട്ട് കടൽ ഭിത്തി കാണാം. ഈ കടൽ ഭിത്തിയിലൂടെ നമുക്ക് മുൻപോട്ടേക്ക് നടന്ന് നമുക്ക് കടൽ കാഴ്ചകളെല്ലാം കാണാം. ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയ ഹട്ടുകൾ കാണാം. അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള ചെയറുകളുണ്ട്. കടൽ തീരത്തെ മണല് ആണ് എങ്കിലും മിക്ക സ്ഥലങ്ങളിലും നമുക്ക് പച്ചപ്പ് കാണാം. ഫോട്ടോ എടുക്കാനെല്ലാം പറ്റിയ കുറെ നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു പച്ചപ്പ് തന്നെയാണ് ഈ ഒരു കടൽ തീരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ നൽകുന്നതാണ്. നിറയെ മണലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിലെല്ലാം പച്ചപ്പ് നിറയെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ചെന്നൈക്ക് തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് പരിചയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോവളം ബ്ലൂ ഫ്ലാഗ് ബീച്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെന്നൈയിലെ മറ്റൊരു സ്ഥലം പരിചയപ്പെടാം. ഓക്കെ, ബൈ. Pebbles Malayalam.